ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം വെസ്റ്റ് ജില്ലയുടെ ആസ്ഥാന മന്ദിരം ദീനദയാൽ ഭവൻ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചതിന് ശേഷമുള്ള ഈ പൊതുയോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാധ്യക്ഷൻ ശ്രീ പ്രശാന്ത് അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാർ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ നേതാക്കന്മാർ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന കൊല്ലത്തെ പൗരപ്രമുഖന്മാർ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6-7 ദശാബ്ദക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈജയന്തി പാറിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അനുഭൂതിദായകമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പാർട്ടിയുടെ പ്രവർത്തന രംഗത്തേക്ക് വരുന്ന സമയത്ത് സ്വാർത്ഥമായിട്ടുള്ള ലാഭങ്ങൾക്കും അതോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെ പ്രവർത്തകർക്കെല്ലാവർക്കും ഉള്ളത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സംഘടനയെ പടുത്തുയർത്തി സംഘടന ഓരോ തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നം. ഭാഗ്യവശാൽ നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്കുമായി ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ അഭിമാനപൂർവ്വം കടന്നു പോകുന്നത്. ആ രീതിയിൽ കടന്നു പോകുന്ന സമയത്താണ് കൊല്ലത്തെ പ്രവർത്തകർക്ക് അവർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ദീനദയാൽ ഭവൻ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ ദീനദയാൽ ഭവൻ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മുൻ ജില്ലാ അധ്യക്ഷന്മാരും നിലവിലുള്ള ജില്ലാ അധ്യക്ഷനെയും മുൻ ജില്ലാ അധ്യക്ഷന്മാരെയും അവരുടെ ടീമിനെയും അതോടൊപ്പം തന്നെ കൊല്ലത്തെ സഹപ്രവർത്തകരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, എല്ലാ കാലഘട്ടങ്ങളിലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാലും കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കിയാലും അധികാരത്തിലെത്തുന്ന സമയത്ത് അപജയം സംഭവിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത്. 1917 ആരംഭിച്ച ബോൾഷെവിക് വിപ്ലവത്തിലൂടെ ആരംഭിച്ച് ഒരു നൂറ്റാണ്ട് പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് മുഴുവൻ നാമാവശേഷമായി പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അധികാര കസേരകളിലെത്തുമ്പോൾ അധികാര ദുർപ്രഭുത്വം ബാധിച്ച് അതിൻ്റെ പേരിൽ അഴിമതിയും അരാജകത്വവും തൻപ്രമാണിത്വവും ഒക്കെ സൃഷ്ടിച്ച് ആ പ്രസ്ഥാനം ഇങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ച് നശിച്ചു പോകുന്നതാണ് 100 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. അതുപോലെ തന്നെ 100 വർഷത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമെടുത്താലും അധികാര സ്ഥാനത്ത് വരുമ്പോൾ ഏകാധിപതികളായിട്ട് മാറുകയും അവർ അതിലൂടെ സുഖലോലുപതയിലേക്കും കുടുംബാധിപത്യത്തിലേക്കും പോവുകയും അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ആദർശാധിഷ്ഠിതമാർന്ന ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ അടിസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ, അധികാരം കിട്ടുമ്പോഴും അധികാരമില്ലാതിരിക്കുമ്പോഴും അത് വ്യക്തിക്കാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും ഒരേ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള ആദർശം തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷമായി അധികാരത്തിലിരിക്കുന്ന BJP അധികാരത്തിലിരുന്നു കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം തന്നെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിയും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ആദർശപരമായി മുന്നോട്ട് പോകുന്നു, സംഘടനാ തലത്തിൽ മുന്നോട്ട് പോകുന്നു. പാർട്ടിയുടെ പ്രവർത്തകർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിൽ സംഘടനയും മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അധികാരവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് BJPക്കുള്ളത്. BJP ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായത് അധികാരം കിട്ടിയതിന് ശേഷമാണ്. BJPക്ക് ഇന്ന് ഇന്ത്യയിലെ 500-ൽ പരം ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള ഓഫീസുകളായത് അധികാരം കിട്ടിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ BJPക്ക് ഒരിടത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേ സംസ്ഥാനങ്ങളിൽ അധികാരം കിട്ടുന്നത് ആ അധികാരത്തിനോട് നീതി പുലർത്തുന്നത് കൊണ്ടാണ്, ആ അധികാരം ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അതാണ് ഇന്ന് 20-ൽ പരം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ള പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറാൻ കാരണമായിട്ടുള്ളത്. ഈ രാജ്യം 3ാമതും നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിൽ 3ാമതും ഭരണം നടക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ്.
അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി എന്ന നിലയിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ പട്ടികജാതി എംപിമാരും MLA-മാരുമുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ ആദർശാത്മകമായിട്ട് മുന്നോട്ട് പോകുന്ന മഹാപ്രസ്ഥാനമായിട്ട് നമ്മുടെ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന നമുക്ക് കരുത്തു പകരുന്നതാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെന്ന് ഞാൻ സാന്ദർഭികവശാൽ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഉണ്ടാക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 70 വർഷം കേരളം ഭരിച്ചവർക്ക് ഈ കേരളത്തിലെ ജനതയ്ക്ക് നൽകാൻ കഴിയാത്ത, അതേ സമയത്ത് കേരളത്തിലെ ജനതയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു മുദ്രാവാക്യമാണ് NDAയും BJPയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെ ഈ കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കേരളം ഭരിച്ച K. കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസുകാർക്കും വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനോ ആ മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായി ഉയർത്താനോ സാധിച്ചിരുന്നില്ല. ഈ കേരളത്തിന്റെ മുദ്രാവാക്യമായിട്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്നേക്ക് 1 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി സാക്ഷാൽ നരേന്ദ്രമോദി നമുക്ക് തന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ആ ദിവസമുണ്ടല്ലോ, കഴിഞ്ഞ മാർച്ച് മാസം 24-ാം തീയതി. ആ മാർച്ച് മാസം 24-ാം തീയതിയാണ് കേരളത്തിൽ BJPയുടെ മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ് എന്ന് ദിഗന്തങ്ങൾ പൊട്ടുമാറ് നമ്മൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത്. ആ 1 വർഷം നീണ്ടുനിന്ന ആ പരിശ്രമത്തിലൂടെ ഇന്ന് കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ മുഴുവൻ പറയുന്നത് വികസിത കേരളം, വികസിത കേരളം, വികസിത കേരളം എന്നാണ്. എന്തിനേറെ 70 വർഷമായിട്ട് ഈ കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി നയാ പൈസയുടെ പണിയെടുത്തിട്ടില്ലാത്ത പിണറായി വിജയൻ പോലും ഇന്ന് AI ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം വെച്ചിട്ട് പറയുന്നത് ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ പോകുന്നു എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം കടമെടുക്കേണ്ട ഗതികേടിലേക്ക് 70 വർഷം കേരളത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എത്തിയിരിക്കുന്നു. VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്കും ഇന്ന് പറയാനുള്ളത് ഞങ്ങൾ വന്നാൽ കേരളത്തിൽ പാലൊരുക്കും തേനൊഴുക്കും, ഞങ്ങൾ ഈ കേരളത്തെ എന്തൊക്കെയോ ആക്കി മാറ്റുമെന്നാണ്. മിസ്റ്റർ പിണറായി വിജയൻ, മിസ്റ്റർ VD സതീശൻ, നിങ്ങൾക്ക് ഇതിനൊരു അവസരമുണ്ടായിരുന്നു കേരളത്തിൽ. 70 വർഷമായിട്ട് ഈ കേരളത്തെ മാറി മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും, 70 വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരവസരമുണ്ടായിരുന്നു. ഈ നാട് നിങ്ങൾക്കൊരു അവസരം നൽകിയിരുന്നു, ഈ വികസിത കേരളം സൃഷ്ടിക്കാനുള്ള അവസരം. 70 വർഷക്കാലം കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചത് വികസിത കേരളമല്ല, വികസിത കുടുംബങ്ങളെയാണ്. നിങ്ങളുടെ സ്വന്തം കുടുംബങ്ങളെ വികസിപ്പിക്കാനാണ് പിണറായി വിജയ, VD സതീശ നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ ഇതാ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ വികസനം, ഈ കേരളത്തിലെ 82 ലക്ഷം വരുന്ന കുടുംബങ്ങളുടെ വികസനം, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ലക്ഷ്യമെന്ന് ഈ കേരളത്തിലെ സമൂഹത്തിനോട് പറയുന്ന വികസിത മുന്നേറ്റത്തിന്റെ കരുത്തുറ്റ പ്രയാണമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി സൃഷ്ടിക്കുന്ന മഹാ അത്ഭുതമുണ്ട്. ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള ഭരണക്രമമായിട്ട് നരേന്ദ്രമോദിയുടെ ഭരണക്രമം ഈ രാജ്യത്ത് മാറുമ്പോൾ ആ ഭരണക്രമത്തിനനുബന്ധമായിട്ട് ഈ കേരളത്തിൽ ഒരു പുതിയ മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ കേരളത്തിലെ 3.25 കോടി വരുന്ന മലയാളികളെ രാഷ്ട്രീയപരമായിട്ട് പക്ഷാഘാതം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കൊണ്ടുചെത്തിച്ചത്. 5 വർഷം നമുക്ക് ഇടതുപക്ഷാഘാതം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വർഷം വലതുപക്ഷാഘാതം. ഇങ്ങനെ ഈ 2 ആഘാതങ്ങൾക്കിടയിൽപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സമൂഹമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇടത്തേക്കുമല്ല വലത്തേക്കുമല്ല, നേരിന്റെ മാർഗത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച മാർഗത്തിൽ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിൽ, നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിൽ, ഇടത്തേക്കുമല്ല വലത്തേക്കുമല്ല നേരിന്റെ പാതയിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറുന്നത്. ആ മുന്നേറ്റത്തെ സ്വീകരിക്കാൻ ഇന്ന് കേരളം തയ്യാറാവുകയാണ്.
ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. ഈ കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിനെയല്ല ഇന്ന് കേരളം നേരിടുന്നത്. ഇന്ന് ഇടതുപക്ഷത്തിന് ബദലായി NDA ഉണ്ട്. ഇന്ന് വലതുപക്ഷത്തിന് ബദലായി NDA ഉണ്ട്. ഇടതിനും വലതിനും ബദലായി ഈ കേരളത്തിൽ ഒരു പുതിയ വികസന സന്ദേശമുണ്ട്. ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ വികസനവും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനമാണ്. ഈ കൊല്ലം ജില്ലയിലൂടെ പോകുന്ന ദേശീയപാത നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ നേട്ടമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് 125 ദിവസത്തെ വേതനം ലഭിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ്. പാവപ്പെട്ട കർഷകന് കാർഷിക സമ്മാൻ നിധി കിട്ടുന്നത് നരേന്ദ്രമോദിയുടേതാണ്. ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളായിട്ടുള്ളവർക്ക് ഗർഭ ശുശ്രൂഷയ്ക്ക് അവസരം, അതിനുവേണ്ടിയുള്ള സഹായം കിട്ടുന്നത് നരേന്ദ്രമോദിയുടേതാണ്. സകലമാന മനുഷ്യരെയും തൊട്ടു തലോടി പോകുന്ന അത്യുജ്വലമാർന്ന ഒരു ഭരണം നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് നടത്തുമ്പോൾ അതിന്റെ ഗുണഫലം കൊല്ലത്തുകാർക്കും നമ്മുടെ സാധാരണക്കാർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ആഗോളതലത്തിൽ നരേന്ദ്രമോദി നേതാവായിട്ട് ഉയർന്നതിന് പിന്നിലുള്ള ആ സൂത്രവാക്യം. രസതന്ത്രം അതാണ്. ആ രസതന്ത്രത്തിലൂടെ നമുക്ക് കേരളത്തെ മാറ്റേണ്ടിയിരിക്കുന്നു. ആ കേരളത്തെ മാറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഇത് നമ്മളുടെ ഏറ്റവും സുവർണാവസരമാണ്. ഈ അവസരം നമുക്ക് തരാൻ കേരളം സജ്ജമായിരിക്കുന്നു. 2020 ഉൾപ്പെടെയുള്ള വികസനം ഉയർത്തിപ്പിടിക്കുന്ന 2020 ഉൾപ്പെടെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ക്രിസ്ത്യൻ സഹോദരന്മാർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. പട്ടികജാതി സഹോദരന്മാർ നമ്മളോടൊപ്പമുണ്ട്. അത്തരത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ അശ്വമേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെ പിടിച്ചുകെട്ടാൻ ഇടതിനും വലതിനും സാധ്യമല്ല. കേരളത്തിന്റെ അധികാരം കൊണ്ട് മാത്രമേ ഇനി ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് ഈ കേരള സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് വികസിത കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ആ മഹാദൗത്യത്തിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് ഈ ദീനദയാൽ ഭവനിൽ നിന്ന് നമുക്ക് ആരംഭം കുറിക്കാം. വിശ്രമമില്ലാതെ ആ 15 ദിവസങ്ങൾ നമുക്ക് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദീനദയാൽ ഭവന്റെ ഉദ്ഘാടനത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒന്നിനൊന്ന് കരുത്തു തെളിയിച്ച സ്ഥാനാർത്ഥികളാണ്. അവസരം പ്രയോജനപ്പെടുത്താൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളാണ്. കൊല്ലം ജില്ല പഴയതുപോലെയല്ല. ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ഈ ദീനദയാൽ ഭവനിലേക്ക് വരുന്ന ഇലക്ഷന്റെ ഫലം വരുന്ന ദിവസം നിരവധി MLA-മാർ താമര ചിഹ്നത്തിലും NDA-യുടേതുമായി ജയിച്ച് ഈ മഹാഭവനിലേക്ക് എത്തുന്ന ആ സുന്ദരമായിട്ടുള്ള നിമിഷത്തിനു വേണ്ടി എന്റെ സഹപ്രവർത്തകരെ കഠിനമായി പരിശ്രമിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ്